ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ദാ എൻ്റെ കയ്യിൽ മീനാണ്, അയക്കൂറയാണ്. നമ്മളിവിടെ അരയ്ക്കാന്ന് കേട്ടോ പറയാം. അതിൻ്റെ ഒരു ചെറിയ വെർഷനാണ്. അപ്പോൾ ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ടൊന്ന് ഒരു മീൻ പെരട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഫിഷ് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ വലിയ ടൈപ്പ് മീനാണെങ്കിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് കഴിക്കാൻ പൂച്ച റെഡിയാണ്. ഇനിയിപ്പോൾ വേണ്ടത് മുളകാണ്. ഞാനിവിടെ നാടൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കാന്താരിയാണ്. നമുക്ക് ഏത് തരം മുളക് വേണമെങ്കിലും എടുക്കാം. മുളകിൻ്റെ എരിവാണ് നമ്മുടെ ഈ റെസിപ്പിയിൽ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ദാ എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി എടുക്കാം. ഇനിയിപ്പോൾ സവാളയും ഉള്ളിയും മിക്സ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില. ഇത്രയാണ് മെയിനായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളി, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് പേസ്റ്റായി പോകരുത് കേട്ടോ. അപ്പോൾ 2 ബാച്ചായിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി അരഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ദാ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ റെസിപ്പിക്കൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കേട്ടോ ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണല്ലോ മെയിനായിട്ട് ഇതിൽ ആഡാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് തീരുമാനിക്കുക. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഇത് ഗ്രേവി ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ചേർത്തിട്ട് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കുക. മസാലയിലൊക്കെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ ചേർത്ത ഈ വെള്ളം അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ലൈം ജ്യൂസാണ്. ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുടംപുളി അത് സോക്ക് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ വാളംപുളി ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഗ്രേവി അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാം. 2 സൈഡിലും ഗ്രേവി ആവുന്ന രീതിയിൽ മീൻ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഗ്രേവി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഓവറായിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ അത്യാവശ്യം നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ ഫിഷും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫിഷ് ഒന്നും കൂടെ ഒരു ക്രിസ്പി ഫോമിലിരിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പും മുളകും ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മെയിനായിട്ട് ഈ ഡിഷിൻ്റെ ടേസ്റ്റ് തരുന്ന കാര്യം തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊഴിച്ച് കൊടുത്ത് ചെറിയൊരു തിള വരുമ്പോൾ നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ക്രഷ് ചെയ്ത കുരുമുളകാണ് കേട്ടോ. ക്രഷ് ചെയ്ത കുരുമുളക് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇതൊന്ന്
ആ തേങ്ങാപ്പാലായിട്ട് സെറ്റായി വരട്ടെ. അപ്പോൾ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 3-5 മിനിറ്റോളം മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സൈഡിൽ നിന്നൊക്കെ. ഇത്രേ ഉള്ളൂ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എപ്പോഴും മീൻകറി കൂട്ടി മടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ മെയിനായിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെയും അതുപോലെ ആ ലാസ്റ്റ് ചേർത്ത കുരുമുളകിൻ്റെ എരിവാണ് ഉള്ളത്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഇത്ര സോഫ്റ്റായിട്ട് ഫിഷ് ഇരിക്കണ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.